എല്ലാവർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടയുടെ ഒരു ഡിഷാട്ടോ. ഒരു 5 തൊട്ട് 7 മിനിറ്റിൽ നമുക്ക് ഫുള്ള് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തിക്കും വൈറ്റ് റൈസിനും ഒക്കെ പറ്റിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 മുട്ട റെഡിയാക്കി വയ്ക്കുക. ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഒത്തിരി ഒന്നും വേണ്ട, ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ മതി. അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായത് ഒരു 2 മീഡിയം സവാള ഒരു സ്ക്വയറാക്കി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ വരും, പിന്നെ കുറച്ച് മല്ലിയില, ഞാൻ കറിവേപ്പില എല്ലാം എടുത്തേക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പാനിലേക്കിട്ട് നല്ലപോലെ മല്ലിയില ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ പാനിലേക്കിട്ട് നല്ലപോലെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നല്ലപോലെ ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് ഫുള്ള് വഴന്നില്ല കേട്ടോ, ഒരു പകുതി വഴലായി. അന്നേരത്തേക്ക് അതിലേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വലിയ മസാലയൊന്നും വരുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ മുളക് പൊടി, പിന്നെ ഗരം മസാല. ഇവിടെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി ഒരു 3/4 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അരപ്പിൻ്റെ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വഴലുകയും ചെയ്യണം, അതിൻ്റെ മസാല എല്ലാ അകത്തൊന്ന് പിടിക്കണം. അങ്ങനെ അതിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്കും ഒരു നല്ല കളറൊക്കെ ആവും. അന്നേരത്തേക്കും ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റ് അതൊരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് മിക്സായിട്ട് അപ്പോഴത്തേക്കും ഒരു നല്ല മണമൊക്കെ വരും കേട്ടോ, അതിൻ്റെ മസാലയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്ന് ഒരു കറക്റ്റായി എല്ലാം നല്ലപോലെ മിക്സായി നല്ലൊരു കളറൊക്കെ വരുന്ന സമയത്ത് ഈ 4 മുട്ടയുണ്ടല്ലോ അതതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. മസാല നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലൊക്കെ പിടിച്ച പോലെയൊക്കെ ഇരിക്കും കേട്ടോ, എന്നാലൊന്നും പിടിക്കത്തൊന്നുമില്ല. അന്നേരത്തേക്കും അതൊരു 2-3 സെക്കൻഡ് ഒന്ന് വച്ച ശേഷം ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ മസാലയെല്ലാം അതിൽ പിടിച്ചിട്ട് അത് നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ബുർജി അങ്ങനെയൊക്കെ പറയില്ലേ, ചിക്കിയത്, മുട്ട ചിക്കിയത്, ആ ഒരു ടൈപ്പിലാട്ടോ. പെട്ടെന്ന് നമ്മൾ അത് മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ മസാലയെല്ലാം പിടിച്ച് നല്ല റെഡിയായിട്ട് വരും. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് അതിൻ്റെ ആ മുട്ടയുടെ ആ ഒരു വെള്ളമയം ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് മാറണേ. ഇതൊന്ന് ഓരോന്ന് തൊടാത്ത പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ലാതെ വെള്ളമഴയെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അത്രയൊന്ന് ഡ്രൈ ആക്കണം. തീ ഞാനിവിടെ കുറച്ചൊന്നും വച്ചിട്ടില്ല, മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് മൊത്തം സമയം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര പെട്ടെന്ന് തന്നെ, എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് മാക്സിമം പോയ 7 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ഈ ഒരു മുട്ടയുടെ ഡിഷ് റെഡിയായി കിട്ടും. അപ്പോൾ ഈ പെട്ടെന്നൊക്കെ ഒരു ചോറൊക്കെ ഉണ്ട്, ഒരു വൈറ്റ് റൈസൊക്കെ വെച്ച് നമുക്ക് സഡനായിട്ടൊരു കറിയൊക്കെ വേണമെന്ന് വെച്ചാൽ ഈ കറി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.